കടത്തനാട് ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ വൻ ക്രമക്കേട് സംബന്ധിച്ച വാർത്തകളിലേക്കാണ്. ഇവിടെ വൻ ക്രമക്കേട് നടന്നതായി എന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നു. സൊസൈറ്റിയിൽ വ്യാജ കരാർ കാണിച്ച് പണം തട്ടിയതായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത്. റിമാൻഡിൽ കഴിയുന്ന DCC സെക്രട്ടറി സുധീർ കുമാറിനെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും എന്ന വിവരം കൂടി പുറത്തുവരുന്നുണ്ട്. ചേതൻ സാജൻ ചേരുകയാണ്. വിശദാംശങ്ങളുമായി ചേതനിലേക്ക് പോകാം. ചേതൻ, ഗുഡ് മോർണിംഗ്. നോക്കൂ, ഈ വളരെ വലിയ തരത്തിലുള്ള ഞെട്ടലുളവാക്കിയ ഒരു വാർത്തയായിരുന്നു അദ്ദേഹത്തിന് ആത്മഹത്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഇതാ ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ പുറത്തു വരുമ്പോൾ അതിന്റെ ആക്കം വളരെയധികം കൂടുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഈ വ്യാജ കരാർ ഉപയോഗിച്ച് പണം തട്ടിയത് ഒന്നും രണ്ടുമല്ല, വളരെ വലിയൊരു സംഖ്യയിലേക്ക് അത് എത്തുന്നു. ഇനിയിപ്പോൾ സുധീർ കുമാറിന്റെ ചോദ്യം ചെയ്യലും ഇന്ന് നടക്കുമെന്നാണ് മനസ്സിലാകുന്നത്. വിവരങ്ങൾ എന്തെല്ലാമാണ്? ഗുഡ് മോർണിംഗ്. ഈ കടത്തനാട് UDF നിയന്ത്രിക്കുന്ന സൊസൈറ്റിയാണ് കടത്തനാട് ലേബേഴ്സ് കോൺട്രാക്ട് സൊസൈറ്റി. ഇതിൽ തട്ടിപ്പ്, കോടാനുകോടികളുടെ തട്ടിപ്പുണ്ടെന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത്. വൻ ക്രമക്കേട് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട്. മെയ് മാസം അവസാനമാണ് കടത്തനാട് ലേബേഴ്സ് കോൺട്രാക്ട് സൊസൈറ്റിയിലെ നിക്ഷേപനായ ഇബ്രാഹിം ഹാജി DCC സെക്രട്ടറിയായ സുധീർ കുമാറിൻ്റെ വീട്ടിൻ്റെ മുന്നിൽ വെച്ച് തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുന്നത്. ഇതോടുകൂടിയാണ് ഇത് വലിയ രീതിയിലുള്ള വാർത്താ പ്രാധാന്യം നേടുന്നത്. ഈ ഇബ്രാഹിം ഹാജി ആദ്യം സഹകരണ വകുപ്പിന് പരാതി നൽകിയിരുന്നു. സഹകരണ വകുപ്പിൻ്റെ കണ്ടെത്തൽ പ്രകാരം 2,16,00,000 പരം രൂപയുടെ ക്രമക്കേടാണ് സഹകരണ വകുപ്പ് അന്ന് കണ്ടെത്തിയത്. പിന്നീട് ഇബ്രാഹിം ഹാജി ആത്മഹത്യ ചെയ്യുന്നു. ഇബ്രാഹിം ഹാജിയുടെ ആത്മഹത്യ അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് വടകര പോലീസ് കേസെടുത്തത്. പിന്നീടാണ് ഈ അസ്വാഭാവിക മരണവും ഒപ്പം തന്നെ ഈ ക്രമക്കേടും ജില്ലാ ക്രൈംബ്രാഞ്ചിലേക്ക് വിടുന്നത്. ഇപ്പോൾ ക്രൈംബ്രാഞ്ചാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇതിൽ പ്രതികളിൽ ഒരാളായ DCC സെക്രട്ടറി സുധീർ കുമാറിനെ അറസ്റ്റ് ചെയ്യുന്നത്. ഇയാളിപ്പോൾ റിമാൻഡിലാണ്. ഇയാളെ ഒരുപക്ഷെ ഇന്ന് ചോദ്യം ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. മറ്റൊരു കാര്യം, ബാങ്കിലെ ഡയറക്ടർമാരിൽ ഒരാളായ റിനേഷ്, ഇയാൾ പേരാമ്പ്ര സ്വദേശിയാണ്. ഇയാൾ നാട് വിട്ടതായി ചില സംശയങ്ങളുണ്ട്. ഇയാൾക്കായി പോലീസ് ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇയാൾ സംസ്ഥാനം വിട്ടു എന്നാണ് ലഭിക്കുന്ന വിവരം. കോയമ്പത്തൂർ അടക്കം സ്ഥലങ്ങളിൽ ഇയാൾക്കായി തെരച്ചിൽ നടത്തുന്നുണ്ട്. സിന്ദൂരി, ഇതിൽ പ്രധാനമായും നമ്മൾ എടുത്തു കാണേണ്ടത് ഈ ആത്മഹത്യ നടന്നതിന് ശേഷം പോലീസിന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു വീഴ്ച ഉണ്ടായി എന്ന് വേണം നമുക്ക് കരുതാൻ. കാരണം വെറും അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് കേസെടുത്തത്. ഈ ഇബ്രാഹിം ഹാജി ആത്മഹത്യ ചെയ്തത് ഈ ബാങ്കിലെ ഡയറക്ടർമാരിൽ ഒരാളായ DCC സെക്രട്ടറിയായ സുധീർ കുമാറിന്റെ വീടിന് മുൻപിലാണ്. എന്നിട്ട് പോലും കൃത്യമായ ആത്മഹത്യാ പ്രേരണക്ക് കേസ് എടുക്കാനോ കേസ് വേണ്ട രീതിയിൽ അന്വേഷിച്ചില്ല എന്ന അടക്കമുള്ള വിമർശനം ശക്തമായി ഉണ്ട്. ഈ കേസ് നല്ല രീതിയിൽ അന്വേഷണം ശക്തമാക്കാൻ ആവശ്യപ്പെട്ട് മേഖലയിൽ LDFും അതുപോലെ തന്നെ DYFI അടക്കമുള്ള യുവജന സംഘടനകൾ പ്രതിഷേധവും നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ലഭിക്കുന്ന വിവരപ്രകാരം 2 കോടിയിൽ പരം രൂപയുടെ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത്. പ്രധാനമായും വ്യാജ കരാർ ഉണ്ടാക്കുക, പണം അതിലേക്ക് മാറ്റുക എന്ന രീതിയാണ് തട്ടിപ്പുകാർ നടപ്പാക്കിയത്. മറ്റൊരു കാര്യം, ഈ പണം എങ്ങോട്ടേക്ക് പോയി, അത് ഏതൊക്കെ അക്കൗണ്ടിലേക്ക്, ആർക്കൊക്കെ ഇതിൻ്റെ വീതം പോയി എന്ന കാര്യങ്ങളടക്കം അന്വേഷിക്കേണ്ടതുണ്ട്. 36 ദിവസങ്ങൾക്ക് ശേഷമാണ്, അതായത് ഇബ്രാഹിം ഹാജി ആത്മഹത്യ ചെയ്ത് 1 മാസത്തിന് ശേഷമാണ് ഈ DCC സെക്രട്ടറിയായ സുധീർ കുമാറിനെ പിടികൂടിയത്, പോലീസ് അറസ്റ്റ് ചെയ്തത്. അത് തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നു. കാരണം സംസ്ഥാനത്ത് UDF ഭരണമാണ്. UDF നിയന്ത്രിക്കുന്ന ബാങ്കിലാണ് ഇത്തരത്തിലൊരു വലിയൊരു ക്രമക്കേട് നടത്തിയത്. സ്വാഭാവികമായും രാഷ്ട്രീയ നേതൃത്വം ഇയാൾക്കായി സംരക്ഷണം ഒരുക്കി എന്നുള്ള വിമർശനമാണ് പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്നിരിക്കുന്നത്. ഇനി ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി രണ്ടാമത്തെ പ്രതി, അതായത് റിനീഷിനെ കണ്ടെത്താനുണ്ട്. ഇയാളിപ്പോൾ ഒളിവിലാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. സിന്ദൂരി, അതായത് രക്ഷപ്പെടാനും തെളിവുകൾ നശിപ്പിക്കുവാനും ഒക്കെ വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും കൊടുത്തിട്ടാണ് ഈ ഒരു അറസ്റ്റ് നടന്നിരിക്കുന്നത് എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അങ്ങനെ തന്നെ. ഈ കേസ് അന്വേഷണമായി വലിയ രീതിയിലുള്ള ഒരു ആലസ്യം അത് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ മെയ് മാസം അവസാനമാണ് ഇബ്രാഹിം ഹാജി ആത്മഹത്യ ചെയ്യുന്നത്. ഇതിന് ശേഷം ഈ ആത്മഹത്യ ചെയ്തതാകട്ടെ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ വീടിന് മുന്നിൽ അവിടെ പോയി ഇയാൾ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. അന്ന് തന്നെ വലിയ രീതിയിലുള്ള വിമർശനം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. ഇയാൾ ആത്മഹത്യ ചെയ്യാൻ കാരണം ഇത്തരത്തിൽ DCC സെക്രട്ടറിയായ സുധീർ കുമാറാണെന്ന് അടക്കമുള്ള വിമർശനം ശക്തമായി ഉണ്ടായിരുന്നു. പോലീസ് വെറും അസ്വാഭാവിക മരണത്തിന് മാത്രമാണ്
കേസെടുത്തത്. പിന്നീട് വാർത്താ പ്രാധാന്യം, വലിയ രീതിയിലുള്ള വാർത്താ പ്രാധാന്യം ഈ വിഷയം നേടി. നമ്മളടക്കമുള്ള പല നിക്ഷേപകരുടെ പരാതികൾ കൈരൽ ന്യൂസ് അടക്കമുള്ള സ്ഥാപനങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതിനൊക്കെ ശേഷമാണ് ഈ DCC സെക്രട്ടറിയായ സുധീർ കുമാറിനെതിരെ ഒരു നടപടിയുമായി ജില്ലാ ക്രൈംബ്രാഞ്ച് പോകുന്നത് എന്ന കാര്യമാണ് നമ്മൾ പ്രധാനമായും എടുത്തു കാണേണ്ടത്. വലിയ രീതിയിൽ ഇത്തരത്തിൽ ഈ പ്രതികളെ പിടികൂടാതെ കേസ് ഉഴപ്പി എന്ന വിമർശനം പൊതുസമൂഹത്തിന് മുമ്പിലുണ്ട്. ഏതായാലും 2 കോടിയുടെ മേൽ തട്ടിപ്പ് നടന്നു എന്നാണ് സഹകരണ വകുപ്പിന്റെ കണ്ടെത്തൽ. ഒരു പക്ഷേ യഥാർത്ഥ കണക്ക് പുറത്തു വന്നാൽ, ഈ കേസ് അന്വേഷണം നേരാവണ്ണം പൂർത്തിയാക്കിയാൽ ഒരു പക്ഷേ ഈ തട്ടിപ്പിന്റെ സംഖ്യ ഇതിലും 10 മടങ്ങായി വർദ്ധിക്കുമെന്ന എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ 2ാം പ്രതിയായ റിനേഷിനായുള്ള തെരച്ചിലാണ് ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുന്നത്. ഇയാൾ രാജ്യം വിട്ടു പോകാനുള്ള സാധ്യതയുമുണ്ട്. ഇത്തരത്തിൽ ഇങ്ങനെ ഒരു മാസമായി 36 ദിവസത്തോളമായി അന്വേഷണം ഇങ്ങനെ മന്ദീഭവിച്ചു പോയത് കൊണ്ടാണ് ഈ റിനേഷിനെ ഇപ്പോൾ പിടികൂടാൻ സാധിക്കാത്തത് എന്ന വിമർശനവും ഉയർന്നു വരുന്നുണ്ട്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് UDF വലിയ രീതിയിൽ പ്രതിരോധത്തിലാണ്. വടകര MP ഷാഫി പറമ്പിലടക്കം UDF നേതാക്കളടക്കം ഈ വിഷയത്തിൽ കാര്യമായ പ്രതികരണത്തിനൊന്നും മുതിർന്നിട്ടില്ല. DCC പ്രസിഡന്റ് പേരിനൊരു നടപടി എടുത്തോ എന്നാണ് സുധീർ കുമാറിനെതിരെ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ വിഷയമായി വലിയ രീതിയിൽ UDF പ്രതിരോധത്തിലായിരിക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. സിന്ധൂരി.